ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഹെയർ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞത് നമ്മൾ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഹെയർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പൊ നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ട് പല പല പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുമോ അല്ലെങ്കിൽ നമ്മളെ മുടി അത് കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെയർ എന്താണ്, നിങ്ങളെ സ്കാൽപ്പ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറ്റുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഹെയർ ഗ്രോത്ത് ജേർണിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഹെയറിന് പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് മുടി കൊഴിച്ചിൽ വരുമോ അല്ലെങ്കിൽ അതിന്റെ മുന്നേ നമ്മളെ ഹെയറിൽ എന്തൊക്കെ നോക്കി വെക്കണം. അതായത് ഒരു ഹെയർ കെയർ തുടങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മൾ മാസ്ക് കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോസ്, അതായത് മുന്നോട്ട് 2 വീഡിയോസ് എന്തായാലും കണ്ടിട്ട് നിങ്ങൾ ഇത് കാണാൻ നോക്കുക. കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഐ കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ എൻ സ്ക്രീൻ ആയിട്ട് കൊടുക്കുക. നിങ്ങൾ അത് കയറി കണ്ടു നോക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഹെയർ കെയർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു കേളി ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ പറ്റി, അതായത് എന്റെ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ടൈപ്പ് ഹെയറിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാനൊരു ആ വീഡിയോയിലും അല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഒന്ന് കയറി നോക്കുക. നിങ്ങളെ ഹെയർ ടൈപ്പിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അതായത് ഞാൻ എൻ്റെ ഒരു ഹെയർ ടൈപ്പിനെയാണ് കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങളിത് കയറി കഴിഞ്ഞിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മളെ ഹെയർ കെയർ ചലഞ്ച് അടിപൊളി റിസൾട്ടുകളാണ്. നിങ്ങൾ ഒട്ടും നീളില്ല എന്ന് പറഞ്ഞാൽ ഹെയർ വരെ നീണ്ടതാണ്. നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈൽസ്, അതായത് നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചറും അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിന്റെ കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഹെയറിന് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ അത് കയറി കണ്ടൊക്കെ നമ്മൾ പാക്ക് കാര്യങ്ങൾ, പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ അത് വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതേപോലെ ഹെയർ സ്റ്റാൻസിനെ പറ്റി, അതായത് നിങ്ങളെ ഹെയർ ടൈപ്പ്. നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേളി, വേവി, അതുപോലെ കോയിലി ഹെയറിനെ പറ്റി പറഞ്ഞാൽ അതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഹെയർ സ്റ്റാൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും സ്കാൽപ്പിൽ മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുക, എപ്പോഴും നമ്മൾ മുടിയുടെ എല്ലാ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ പറ്റുന്നതാണോ, അതിൽ നല്ല വെയിറ്റ് ഉള്ളത് കൊടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഹെയർ സ്റ്റാൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പം അതിനുള്ളതാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടി ഒരൊറ്റ ഇഴ എടുക്കുക. ഒരൊറ്റ ഇഴ എടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ട് ഏരിയ തന്നെ എടുത്തോളാം. ഇതേപോലെ നിങ്ങൾ ഒരു ഇഴ എടുക്കാം. നിങ്ങൾക്കത് എത്രമാത്രം ഇതിൽ കാണുന്നുണ്ട് എനിക്ക് അറിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ഓടിക്കുക, ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ, അത് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ ഫീൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര ലൈറ്റ് ആയിട്ട്, അത് ഭയങ്കര തിന്നായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു തിൻ ടൈപ്പ് ഹെയർ ആയിരിക്കും. ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ കൈ ഓടിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക, ഒരു നൂലിന്റെ മുകളിലൊക്കെ എത്തുമ്പോൾ ഒരു ഉരുണ്ട പോലെയൊക്കെ തോന്നില്ല, അത്ര കട്ടി ഉണ്ടാവില്ല, കുറച്ചും കൂടി ഉരുണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. തൊട്ടൊക്കെ മനസ്സിലാവും ഭയങ്കര സ്മൂത്ത് ആയിട്ടില്ലായിരിക്കില്ല പോകുന്നുണ്ടാവുക. കുറച്ചൊരു ബ്രേക്കും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഉരുണ്ട പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മീഡിയം ലെവലുള്ള ഹെയർ തിക്നെസ് ആണ് നിങ്ങൾക്ക്. മൂന്നാമത്തെ വരുന്നത് വെച്ചാൽ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയറിന്റെ എങ്ങനെയാണ് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് നൂലുണ്ടാവില്ല. നമ്മൾ നൂലിന്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഒരു ഉരുണ്ട ഷേപ്പ് പോലെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണ് നിങ്ങളതെങ്കിൽ നിങ്ങളത് നല്ല തിക്നെസ് ലെവലിലുള്ള ഹെയർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ കണ്ടുപിടിക്കാൻ ഒരു ഇതും കൂടെ ഉണ്ട്. അങ്ങനെ വെച്ചാൽ ഭയങ്കര പറ്റി നിൽക്കും, അതായത് ഭയങ്കര തെറിച്ച് നിൽക്കാതെ ഭയങ്കര ഒരു പറ്റി പോലെ ഭയങ്കര ഒരു ഉള്ളു കുറഞ്ഞ ടൈപ്പ് പോലെ നിൽക്കും. എൻ്റെ നിങ്ങൾക്ക് കണ്ടാറിയാം ഉള്ളു കുറഞ്ഞ പോലെ ഞാൻ ഒരു പോർഷൻ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ അല്ല, എൻ്റെ ഒരു മീഡിയം ലെവലിലെ ഹെയർ ആണ് വരുന്നത്. പിന്നെ ഈ മീഡിയം ലെവലിലെ ഹെയർ ഭയങ്കരമായിട്ട് ബുഷായിട്ട് പറക്കൊന്നുമില്ല, ബട്ട് അത് ഒരേ ലെവലിൽ ഇങ്ങനെ കുറച്ചൊരു വോളിയം തോന്നുന്ന പോലെ കിടക്കും. മൂന്നാമത്തെ വരുന്നത് നല്ല തിക്കായിട്ടുള്ള ഹെയർ. അങ്ങനത്തെ ഹെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര തിക്കായിരിക്കും. അതായത് ഒരു നൂലൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരുപാട് നൂല് കൂട്ടി വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നൂല് കൂട്ടി വെച്ചാൽ ഒരുപാട് ഭയങ്കര ഉള്ളുള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ഹെയർ ആകുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ശരിക്കും ആവശ്യമില്ല. ആ നോക്കുമ്പോൾ ഭയങ്കര ഉള്ളു പോലെ തോന്നുക, നല്ല കട്ടിയുള്ള ഹെയർ ആണെങ്കിൽ അത് നല്ല തിക്കായിട്ടുള്ള ഹെയർ ടെക്സ്ചറുള്ള ഹെയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഹെയറിന്റെ കാര്യം വരുമ്പോൾ ഹെയറിന്റെ 3 ലെയറാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വരുന്നത് ക്യൂട്ടിക്കിള്, പിന്നെ കോട്ടക്സ്, മെഡുല. സൈഡിൽ ഞാൻ ഫോട്ടോ കാണിക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ചെതുമ്പൽ പോലെ നിൽക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ എന്ത് പ്രോട്ടീനോ അല്ലെങ്കിൽ ഹെയർ പാക്ക് കാര്യങ്ങളോ ഓയിലോ ഒക്കെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഓപ്പൺ ആയി നിൽക്കുന്നതാണെങ്കിൽ അത്യാവശ്യം ഉള്ളോട്ട് ഇറങ്ങും. അല്ല ഭയങ്കര ക്ലോസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഈ ചെതുമ്പൽ ആ ഒരു ക്യൂട്ടിക്കിൾ വരുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് കോട്ടക്സ്. ഈ കോട്ടക്സ് ആണ് നമ്മളുടെ ഹെയറിന്റെ കളർ, അതുപോലെ തന്നെ കെരാറ്റിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു കോട്ടക്സിലാണ്.
മെഡുലയാണ്. അപ്പൊ ഈ ഒരു 3 മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ഹെയർ, അതായത് നമ്മളിപ്പോൾ തിന്നായിട്ടുള്ള ഹെയർ പറഞ്ഞു, അതുപോലെ തന്നെ മീഡിയം ലെവൽ പറഞ്ഞു, ഹൈ ലെവലും പറഞ്ഞു. അതിൽ ഒരു തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇതിൽ മെഡുല ഉണ്ടാവില്ല. അതിന് പകരം ക്യൂട്ടിക്കിളും കോട്ടക്സും ഉണ്ടാവും. അത് ഭയങ്കര കട്ടിയിലായിരിക്കും, ഭയങ്കര തിന്നായിട്ടായിരിക്കും ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഹെയർ ആണെങ്കിൽ അത് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആയിരിക്കും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നത് ഒരു മീഡിയം ലെവലിലെ ഹെയർ ആണെങ്കിൽ ഇത് 3 ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഭയങ്കര തിന്നായിട്ടേക്ക് ഉണ്ടാവും. ഭയങ്കര തിക്കായിട്ടും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഉണ്ടാവുക. അത് ഭയങ്കര തിന്നായിട്ടേക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മൂന്നാമത്തെ വരുന്നത് ഹൈ തിക്നെസ് ഉള്ള, നമ്മൾ നേരത്തെ പറഞ്ഞത് നല്ല കുള്ളുള്ള നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇത് 3 നല്ല രീതിയിൽ ഉണ്ടാവും. അതുപോലെ നല്ല കട്ടി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് മനസ്സിലാക്കി വെക്കുക. ഈ മൂന്നാമത്തുള്ള ഒരു വ്യത്യാസം വരുന്നത് ഇതാണ്. നമ്മൾ ഈ ഒരു മുടിയുടെ ഇഴ പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നല്ല തിക്കായി നിൽക്കുന്നത് ഈ ഒരു ഹൈ ലെവൽ തിക്നെസ് വരുന്ന ഹെയറിലായിരിക്കും ഉണ്ടാവുക. അത് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ആയിട്ട് അത് കാണിക്കുകയും ചെയ്യും. അപ്പം ഈ രീതിയിലാണ് നമ്മളൊരു ഹെയറിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഹെയർ ഏതാണ് മനസ്സിലാക്കുക. എന്റെ ഒരു മീഡിയം ലെവലിൽ വരുന്നതാണ്. ചില ആളുകൾ ഭയങ്കര വോളിയം കുറഞ്ഞ് ഭയങ്കര ഒരു ഉള്ളു ഇല്ലാത്ത പോലത്തെ ഹെയർ കണ്ടില്ല. അത് നിങ്ങളെ ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ സ്റ്റാൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്കത് മാറ്റിയെടുക്കാനൊക്കെ കഴിയും. ചിലത് നമ്മൾ പരമ്പരയായിട്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ഒരുപോലത്തെ ഹെയർ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ടാബ്ലറ്റിന്റെ പ്രശ്നം ഇതൊക്കെ കൊണ്ട് നമ്മൾ അതേപോലെ മുടിയിൽ ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് മാറ്റിയെടുക്കാന്നാൽ അത് നമ്മൾ ടൈം എടുത്തിട്ടേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു പെട്ടെന്ന് ഇത് നിന്നും കൊണ്ട് മാറും അങ്ങനത്തെ രീതി വരില്ല. അപ്പൊ നമ്മൾ പാക്ക് കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ മസാജ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ നമുക്കത് മാറ്റിയെടുക്കാനും കൂടെ കഴിയും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്കാൽപ്പിനെ കുറിച്ചിട്ടാണ്. സ്കാൽപ്പിനെ പറ്റി പറയുമ്പോൾ അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വരുന്നത് ഓയിലി സ്കാൽപ്പ് വരുന്നുണ്ട്, ഒന്ന് നോർമൽ ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ ഡ്രൈ സ്കാൽപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ടൈപ്പ്. ഇങ്ങനെ 4 എണ്ണമാണ് വരുന്നത്. ഇതിൽ ഓരോ ഓയിലി സ്കാൽപ്പ് ആണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻഡ്രഫ് വരുന്ന പ്രശ്നം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ എടുത്തിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ടിഷ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഓയിലി പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊരു ഓയിലി സ്കാൽപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഡാൻഡ്രഫ് ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് ഓയിലി സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് ഡാൻഡ്രഫ് വരിക, ഒരു പാളി പോലെ ഒരു യെല്ലോ കളറിൽ പാളി പോലെ വരുന്നതാണെങ്കിൽ, ചിലപ്പോൾ ഒരു വൈറ്റ് കളറിലും കാണാം. പാളി പോലെ ആവണം, പൊടിയല്ല പാളി പോലെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ഓയിലി സ്കാൽപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേറെ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഓയിലൊന്നും ഇടാണ്ട് തന്നെ ഭയങ്കര മുടി ഒരു ഒട്ടി ഒരു ഓയിലി പോലെ തോന്നുകയാണ്, നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതും ഒരു ലെവൽ വരെ നമ്മളൊരു ഓയിലി സ്കാൽപ്പിൽ വരുന്നത് തന്നെയാണ്. അടുത്ത് വരുന്ന ഡ്രൈ സ്കാൽപ്പാണ്. ഡ്രൈ സ്കാൽപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നഖം വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ ഒരു പൊടി പോലെ, ഒരു പൗഡറിന്റെ ചെറിയ പൊടി പോലെ വരികയാണെങ്കിൽ, പാളിയല്ല കുഞ്ഞു പൊടി വൈറ്റ് കളറിലെ പൊടി പോലെയാണ് നിങ്ങളത് ഡ്രൈ സ്കാൽപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ വെച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടിഷ്യൂ ജസ്റ്റ് റബ്ബ് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല, അതായത് ടിഷ്യൂ അങ്ങനെ തന്നെ പോലെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓയിലി സ്കാൽപ്പും ഡ്രൈ സ്കാൽപ്പും നമ്മൾ വ്യത്യാസം മനസ്സിലായിരുന്നു. അതിൽ ഡാൻഡ്രഫ് ഈ ഒരു ഡ്രൈ സ്കാൽപ്പിൽ അങ്ങനെ വരില്ല. നിങ്ങൾ ഈ ഒരു പൊടി കണ്ടിട്ട് അത് ഡാൻഡ്രഫ് ആണ് കരുതരുത്. അതിന് പറ്റി ആന്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്താൽ കുറച്ചും കൂടി നമ്മുടെ മുടി ഡ്രൈ ആക്കുക ചെയ്യുക. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. കറക്റ്റ് നോക്കുക ഡാൻഡ്രഫ് ആണോ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ആണോ. അത് വരുന്നത് കോമ്പിനേഷൻ ടൈപ്പ്. ഈ കോമ്പിനേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ഈ ഒരു ഏരിയ നല്ല ഡ്രൈ ആയിരിക്കും, ഇവിടെ നിങ്ങോട്ട് കുറച്ച് ഓയിലി പോലെ തോന്നുന്നു, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇവിടെ ഭയങ്കര ഡ്രൈയും ഇവിടെ അത്യാവശ്യം ഓയിലി, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സ്കാൽപ്പ് വരുന്നത് ഒരു കോമ്പിനേഷൻ ടൈപ്പ് ആണ് വരുന്നത്. അത് ചിലപ്പം ഇൻ ബിറ്റ്വീൻ, ചില ആളുകൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. നമ്മളിപ്പോൾ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും, എന്താ പറയാ, ചേച്ചി എന്റെ മുടിയിൽ അത് പറ്റുന്നില്ല, എന്റെ മുടിയിൽ ഇത് പറ്റുന്നില്ല, എന്റെ മുടിയിൽ ആ സാധനം പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുടി എന്താണെന്നുള്ള എനിക്കറിയില്ല. അതായത് എനിക്ക് എന്റെ കാര്യം അറിയാം, എന്റെ ഇന്നതൊക്കെയാണെന്നില്ല. അതേപോലെ നിങ്ങൾ അത് കമന്റിൽ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, അത് അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ഇത് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അങ്ങനെയല്ല, എന്റെ ചില നേരത്തെ ഇവിടെ എങ്ങനെയാണ്, ചില നേരത്തെ ഡ്രൈ ഇവിടെ ആയിരിക്കും, അങ്ങനെ തോന്നാണ് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നതാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതുപോലെ 4ാമത്തേത് വരുന്നതെന്ന് വെച്ചാൽ നോർമൽ സ്കാൽപ്പാണ്. ഈ ഒരു നോർമൽ സ്കാൽപ്പിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏത് ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എപ്പോഴും നല്ലൊരു മുടിക്ക് നല്ലൊരു വൃത്തിയിൽ, അല്ലെങ്കിൽ നല്ലൊരു ടെക്സ്ചറിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു നല്ല മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കുക, പിന്നെ ഭയങ്കര ഡ്രൈനെസ് വരുന്നില്ല, അതുപോലെ താരൻ അങ്ങനെ വരുന്നില്ല, അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഇച്ചിനെസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതാണെങ്കിൽ നിങ്ങളതൊരു നോർമൽ ലെവലിൽ ഉള്ള സ്കാൽപ്പാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്കാൽപ്പിന്റെ 4 കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. എന്റെ ഹെയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 2C 2B ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്, അതായത് വേവി ഹെയറിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഹെയർ ആണ് എന്റേത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഹെയറിന്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ തൊട്ട് നോക്കുമ്പോൾ ടെക്സ്ചർ ഒരു മീഡിയം ലെവലിലാണ് എന്റെ ടെക്സ്ചർ വരുന്നത്. എന്റെ സ്കാൽപ്പ് വരുന്നത് ഒരു നോർമൽ ടൈപ്പ് സ്കാൽപ്പ് പോലെ തന്നെയാണ്. മുന്നൊക്കെ ചെറുതായിട്ട് ഈ പൊടി പോലെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വരലൊന്നുമില്ല, അതൊക്കെ അപ്പം അങ്ങനെ പോകും. നമ്മൾ ഈ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ മാറി ചെയ്യുന്നതനുസരിച്ച് അത് പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു നോർമൽ ലെവലിലുള്ള സ്കാൽപ്പ് പോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഹെയറിന്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കഴിയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിക്കുക, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക നമ്മളെ മുടിയെ പറ്റിയിട്ട്. എന്നിട്ട് കമന്റിൽ അറിയിക്കുമ്പോൾ എന്റെ ഈ ഒരു ടൈപ്പ് ആണെന്നുള്ളത് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്താണെന്നുള്ളത് ചോദിച്ചു ഓരോ കമന്റുകൾ നേടുന്നുണ്ടാവും. അതിന് വരെ നിങ്ങൾ ഒറ്റയടിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തീർന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.